അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റിൽ 10 കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി പറഞ്ഞു തരും. ഹായ്, ഹലോ. എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും ശീലമില്ല കേട്ടോ. വീഡിയോ എടുത്തോ വീഡിയോയിൽ വന്ന് സംസാരിച്ചിട്ടോ ഒന്നും എനിക്കറിയില്ല. എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എന്നെ പേടിപ്പിക്കരുത്. പക്ഷെ പേടിപ്പിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ തനു എനിക്ക് കുറേ വീഡിയോസും കുറേ ഇതൊക്കെ കാണിച്ചു തന്നായിരുന്നു. കുറേ എന്താ പറയുക, കുറേ കാണിച്ചു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പാണ്, ഓൺലൈൻ തട്ടിപ്പാണ്. 200 എന്നുള്ളത് 400 എന്തൊക്കെയോ കണക്കുകളൊക്കെ ആയിട്ട് ആരൊക്കെയോ വരണുണ്ടായിരുന്നു. എനിക്ക് കോടികൾ കിട്ടാൻ പോകും. തനുവിന് കോടികൾ എന്താണ് ചേച്ചി 600 രൂപ ചേച്ചി ലാഭം എടുക്കുന്നു, അത് തട്ടിപ്പല്ലേ. എനിക്ക് 200 കിട്ടുന്നുള്ളൂ, അത് ഇതല്ലേ, എന്തൊക്കെയോ അങ്ങനെ കുറേ വീഡിയോസ് കാണുകയും എടുക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ തുടങ്ങിയത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഒരു ഇൻട്രോ വീഡിയോ ചെയ്യാൻ തയ്യാറായാലും ഞാൻ ഇത്തിരി ഇതാണ്, ഞാനൊരു സൗന്ദര്യം ആസ്വദിക്കണേ, മറ്റുള്ളവരെ കളിയാക്കണയൊക്കെ കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഇത്ര തടി ഉള്ളതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് എന്നെ മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ വരാതിരുന്നതും അങ്ങനെ ചെയ്യാതിരുന്നതൊക്കെ. പക്ഷെ അതാണ് ഒരു ക്ലാരിഫിക്കേഷൻ, ആൾക്കാർക്ക് ഒക്കെ ഒരു കൺഫ്യൂഷനും ഇതൊക്കെ ആയത്. ഞാൻ തനുവിനെ പറ്റിക്കാനോ തനുവിൻ്റെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് എനിക്ക് ഫേമസ് ആകാനോ ഒന്നുമല്ല. ഞാൻ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു വ്യക്തിയല്ല. ഞാനും വളരെ കഷ്ടപ്പെട്ട് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ചെറിയൊരു കൈ സഹായം കൊണ്ട് തനുവിന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തനുവിൻ്റെ സബ്ബോ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരുടെ കയ്യടിയല്ല. ഞാൻ മേളിലുള്ള ഒരാളുടെ കയ്യടി പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പിന്നെ ഞാൻ തനുവിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തനുവിൻ്റെ അടുത്തൊരു കാര്യം. എന്ത് പറഞ്ഞു? തനു ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പോൾ ഇങ്ങനെ വിൽക്കുന്നു, ആ വിൽക്കുന്ന സമയത്ത് തനുവിന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ തനു ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ചേച്ചി ഇത് ആര് വാങ്ങിക്കാനാണ്, എനിക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ, അപ്പം ഞാൻ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വാങ്ങിക്കും, എന്താവും എന്നൊക്കെ തനു എന്നോട് ഇങ്ങനെ ഡൗട്ടും സംശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും തനുവിൻ്റെ പേഴ്സണൽ മാറ്ററൊക്കെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തനുവിനൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണത്. അതല്ലാതെ അതിൽ ഇത്ര കിട്ടിയിട്ട് അത്ര നിങ്ങൾക്കറിയാലോ. നോർമലി ഇത് വാങ്ങിച്ച ആൾക്കാർ ഇതിൻ്റെ താഴെ വന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇതിൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടുണ്ടാവും പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ഒരു യൂണിറ്റ് ഇവിടെയും എറണാകുളത്തും ഒരു യൂണിറ്റ് ഉള്ളത് വെസ്റ്റ് ബംഗാളിലുമാണ്. എനിക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ പിന്നീട് വെസ്റ്റ് ബംഗാളിലുണ്ട് അങ്ങനെയുണ്ട് അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. അപ്പം ചില പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്നാണ് ചെയ്തിട്ട് അയക്കണം. അതിൽ അവിടെ നിന്ന് വരുന്ന ഒരു ഡെലിവറി ഇതും ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ തനു ഒന്ന് ഇതായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പേരിലാണ് ആ ഒരു ഡിലേ വന്നത് തന്നെ. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്നെ കളിയാക്കാൻ നിൽക്കരുത്, ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്കൊരു വീഡിയോയിൽ വന്നോ വീഡിയോയിൽ ഇരുന്ന് സംസാരിച്ചോ ഞാൻ പുറകിൽ നിന്നിട്ട് എനിക്ക് എന്ത് പറയാനും എടുക്കാനും പറ്റും. പക്ഷേ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഇത്രയും തന്നെ പറഞ്ഞ് ഞാൻ ആകെ പേടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെന്നെ പൊങ്കാലിട്ട് പേടിപ്പിക്കരുത്. അപ്പം ഇതാണ് ഉള്ള ഫാബ്രിക് എന്ന് പറയുന്നത്. ഈ ഒരു ഫാബ്രിക്കാണ്. ഇതിൽ ഇത്രയും പ്രൊഡക്ഷൻസും ഇത്രയും കാര്യങ്ങളും ഇത്രയും ഇതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതിൽ തനുവിന് നമ്മളൊരു ബൾക്ക് പ്രൊഡക്ഷൻ എടുത്ത് വെച്ചിട്ട് തനുവിന് അത് സെല്ല് ചെയ്യാൻ തനുവിൻ്റെ ഇതിൽ വരുന്നതും എനിക്കും ആ ഒരു ഇത് താങ്ങാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഞാനൊരു 3-4-5 പീസ് ഉണ്ടാക്കും. ഓർഡർ വരുമ്പോൾ ഒരു 15 ദിവസം 20 ദിവസത്തിനുള്ളിൽ നമുക്കത് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർ എല്ലാം തനുവിന്റെ പ്രൊഡക്റ്റിൽ ഹാപ്പിയാണ്. തനുവും ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് തനുവിനും വലിയ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഞാനൊരു ഹോൾസെയിലായിട്ട് ചെയ്യണതാണ്, അല്ലാണ്ട് ഞാൻ റീറ്റെയിൽ ഇങ്ങനെ ചെയ്ത് എനിക്കും ശീലമില്ല. അപ്പൊ ചെറിയൊരു ഇതിൽ വരുന്ന പാകപ്പിഴകൾ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ലോകത്ത് എന്തോരം കണ്ടന്റുകളുണ്ട്, അതൊന്നും ചെയ്യാണ്ട് പാവങ്ങളുടെ കണ്ടന്റ് എടുക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇനി കാണിച്ചു കൊടുക്കേണ്ടത്? അല്ല, ഇതാണ് നമ്മുടെ യൂണിറ്റ്. മറ്റുള്ള കാര്യങ്ങൾ അല്ല, ഹാൻഡ് വർക്ക് കാണണ്ടേ, കാണിച്ചു തരാം. നമ്മൾ ഒരു സൂചി നൂലും കോർത്ത് തുന്നാൻ വരെ നമ്മൾ എന്തുമാത്രം മടി കാണിക്കുന്ന ആൾക്കാരാ. ഈ ഹാൻഡ് വർക്ക് കാണണ്ടേ നിങ്ങൾക്ക്?
പിന്നെ ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അന്ന് തനുവിന്റെ അമ്മയുടെ സർജറിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ടായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ പോലും തനുവിന്റെ ഒരു ഇതിനു വേണ്ടി ചെയ്തതല്ല. ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയി. അപ്പൊ തനു നോക്കുമ്പോൾ എൻ്റെ കയ്യിലും വല്ലാണ്ടൊന്നുമില്ല, ചേച്ചിയും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ തനു ഇങ്ങനെ ഇരിക്കുമ്പോൾ തനുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ് നിനക്കൊരു ചാനൽ ഉണ്ടല്ലോ, അതിലൂടെ നീ ഒരു ഹെൽപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞ് തനുവിനെ കൊണ്ട് അപ്പോൾ ഇരുത്തി ചെയ്തതാണ്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി തനു ഇനി എൻ്റെ കൂടെ ബിസിനസ്സിനെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തത് തനുവിന് വേറൊരു രീതിയാണ്. ഞാൻ പറഞ്ഞു തനു നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ആ പ്രൊഡക്റ്റ് എല്ലാവരും ഒന്ന് വാങ്ങിച്ചാൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അമ്മയുടെ സർജറി ഈസി ആകും. തനു അങ്ങനെ. പക്ഷെ തനുവിന് ഓപ്പോസിറ്റ് വേറൊരു ടീം പറഞ്ഞു കൊടുത്തതുപോലെ തനുവിന് അവരെ കുറെ നാളുകളുകൊണ്ട് അറിയാം. എന്നെ തനുവിന് വളരെ ചുരുങ്ങിയ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ തനു എന്ത് ചെയ്തു, അവര് പറയണ ആ രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അതൊരു സക്സസ് ആയോ? സക്സസ് ആയില്ല. അമ്മയുടെ സർജറി ആണെങ്കിലോ ഞാൻ തന്നെയാണ് ഇപ്പൊ പലരും തനുവിന്റെ അടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാർഡ്, ഇവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞാന് ഇനിയിപ്പോ എറണാകുളത്ത് ഞാനൊരു 4-5 ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഏറ്റവും ഒരു ഇത് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ സർജറി ആണ്, 10 ദിവസവും കൂടി ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. നിങ്ങൾ മാക്സിമം തനുവിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതിലൊരു ഞാൻ എന്താ പറയാ, മനഃപൂർവ്വം വന്നിട്ട് ഒരു ഓൺലൈൻ തട്ടിപ്പ് നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കാം. അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആരും വന്ന് അന്വേഷിക്കാം. ചേച്ചിക്ക് ആരോ പാർട്ണർഷിപ്പും കൂടെ കൂടിയിട്ടാണ് ചേച്ചി ഇത് ചെയ്യുന്നതല്ലോ. അതൊക്കെ ഓരോരുത്തരെ പറയുന്നവർക്ക് എന്തു പറയാ. അതൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ഈ പറഞ്ഞതിലൊക്കെ കുറെ ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് ഇത്രയും സംസാരിക്കുന്നത്. അതൊരു തനുവിന്റെ യൂട്യൂബ് വഴി എന്റെ ഫേസ് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര എല്ലാരെയും കളിയാക്കുന്ന കൂട്ടത്തിലാണ്. ഒരു തടിയുള്ള എന്നെക്കാളും തടി കുറഞ്ഞവരെ കണ്ടാൽ പോലും ഞാൻ അതിന്റെ കുറ്റവും കുറവുകളും പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ പറയൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എവിടെ വന്ന് നിൽക്കാറോ എടുക്കാറോ ഒന്നുമില്ല. ബാക്കിൽ നിന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യണേണ്. ഇതും ഇപ്പോൾ ആ ഒരു അമ്മയുടെ അവസ്ഥ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തനുവിന്റെ ഈ ഇതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതുകൊണ്ട് കുറെ ആൾക്കാർ പർച്ചേസ് ചെയ്യാതെയും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്തവര് പറയുക എത്രത്തോളം നിങ്ങളുടെ ഇതാണ്. തനുവിന് പരസ്യം ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കി അങ്ങനെ ഒരു വീഡിയോഗ്രാഫറെ വെച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് തനു എത്തിയിട്ടില്ല. തനു എത്തുമ്പോൾ അത് പയ്യെ വരും. ഇപ്പൊ തനു ചെറുതായിട്ട് തുടങ്ങിയ ഒരു കുടിൽ വ്യവസായം അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. അല്ലാണ്ട് ഇത് ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും എന്ന് അറിഞ്ഞൂടെ. എന്നാലും ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട് ഒക്കെ പയ്യെ എല്ലാം ഒറ്റയടിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ആ ഷോപ്പിന്റെ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഇപ്പൊ അമ്മയുടെ ഇത് വന്നത്. അപ്പൊ ഒരാളുടെ അവസ്ഥ ദയനീയം നിങ്ങൾ ആരെങ്കിലും വന്ന് കണ്ട് അവരെ എക്സ്റേ അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പോകും. സാധാരണ ഒരു നോർമൽ നമ്മളൊക്കെ ഒരു മനസാക്ഷിയുള്ള മനുഷ്യരാണെങ്കിൽ അത് ചെയ്തു പോകും. ഇതിപ്പോൾ നിങ്ങൾ തനുവിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പിരിവൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഇനി തനു പറഞ്ഞോളൂ. ഒന്നുകൂടെ കാണാമേ നമുക്ക് ഹാൻഡ് വർക്ക്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ഇട്ടില്ലേ, അതിൻ്റെ ഓർഡർ വന്നപ്പോൾ ഇത് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ചേച്ചി. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് വരാൻ വൈകുന്നു വിചാരിച്ചപ്പോൾ ചേച്ചി അല്ല ദേവൂട്ടി സ്കൂളിൽ വിട്ട് വരില്ലേ, അപ്പോൾ ഒത്തിരി വൈകും, ഞാൻ പോയിട്ട് വരാം അമ്മയും കൊണ്ട് പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഇനി നാളെ പോയി എപ്പോഴാ ചേച്ചി ഫുൾ ബോഡി ചെക്കപ്പ് പറഞ്ഞാൽ ഫ്രൈഡേ ഫുൾ ബോഡി ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ ഇനി 10 ദിവസമേ ഉള്ളൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അത് എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് നീട്ടല്ലേ നിങ്ങൾ, എന്നുവെച്ചാൽ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് അവർ നടക്കുന്നതും ഈ വേദന അനുഭവിക്കുന്നതും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം ഇപ്പം നമ്മൾ ഒരു കാല് ചെയ്തിട്ട് അടുത്ത കാല് പിന്നെ ചെയ്യാമെന്നല്ല പറഞ്ഞത്, പക്ഷെ അതല്ല 2 കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി 10 ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് എന്താണ് ഡോക്ടർ പറയുന്നത് അറിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് എന്തായി അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യം എന്നുള്ളത്.
അപ്പോൾ ഇനി ഞാൻ പറയുന്നത് മാക്സിമം നമ്മളിപ്പോൾ ചെയ്ത വീഡിയോസിൻ്റെ ഡ്രസ്സിൻ്റെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് മേടിക്കുകയാണെങ്കിൽ എനിക്കത് വളരെ ഉപകാരപ്പെടും. അതിൻ്റെ ഒരു കാര്യം ചേച്ചി ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പൊ തനുവിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അത് തനു പക്ഷേ അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. അയ്യോ കണ്ടോ, ഇത് സ്ലബ് സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട്. ഹാൻഡ് വർക്ക് വന്നിട്ട് നമ്മുടെ ചെള്ള ഫ്ലവർ ആണ് വന്നിട്ടുള്ളത്. കട്ട് ബീഡ്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞ ഉണ്ടാക്കാൻ അറിയും, പറഞ്ഞു തരാൻ അറിയില്ല. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറ ഞാൻ എന്നിട്ട് ഇത് കണ്ട ഇത് വന്നിട്ട് ഞാൻ എല്ലാവരും കളിയാക്കൂട്ടോ. ഓരോരുത്തരുടെ വീഡിയോ കണ്ട് കളിയാക്കണ കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ എടുക്കുന്നത്. സ്ലബ് സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട്. ഇത് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ഹൈലൈറ്റ് ചെയ്ത് കട്ട് ബീഡ് കൊണ്ട് ഫുള്ള് സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് കളേഴ്സ് ഉണ്ട്. കാരണം അത് ഇട്ടിട്ട് ഇപ്പൊ വീഡിയോ കാണിച്ചില്ലേ. അപ്പൊ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം പർച്ചേസ് ചെയ്യാം. ആ ഒരു കളർ കാണിക്കുന്നുള്ളൂ. ബാക്കി